ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു നഷാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ച മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഈ അച്ചാറിന് ഒരു ചെറിയ മധുരം കൂടി ചേർന്നിട്ട് ഒരു മധുര പച്ചമാങ്ങ അച്ചാറാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എരിവും മധുരവും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അച്ചാറിന് ആവശ്യമായിട്ടുള്ള മാങ്ങ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം വിനീഗറും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 10 ദിവസമെങ്കിലും അങ്ങനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അച്ചാറിന് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി അതെല്ലാം നമുക്ക് ടൈം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇവിടെ 10 ദിവസം ഇതുപോലെ മാങ്ങ ഉപ്പും വിനീഗറും ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഏറ്റവും ചെറിയ തീയിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഉലുവ വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കൂട്ടിയും കുറച്ചും ഇടാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ നന്നായി ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും നേരത്തെ വറുത്തെടുത്ത ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാങ്ങ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരച്ച് ശർക്കര കത്തി വെച്ച് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് കായം പൗഡറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് കായം പൊടിച്ചിട്ടുള്ളത് എണ്ണയിൽ വറുത്തെടുത്ത് പൊടിച്ചിട്ട് അങ്ങനെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കായത്തിൻ്റെ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പച്ചമാങ്ങ മധുര അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.